പാലക്കാട് തൃത്താലയിൽ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ ഇടിച്ചു തെറിപ്പിച്ചു. തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ശശികുമാറിന്റെ ദേഹത്തൂടെ കാർ പൂർണ്ണമായി കയറിയിറങ്ങി. നിർത്താതെ പോയ വാഹനം പോലീസ് പിടിച്ചെടുത്തു. ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. അഭിലാഷിന്റെ 19-കാരനായ മകനാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷാണ്. നിഖിൽ, വിശദാംശങ്ങൾ. കൃഷ്ണ, ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. നൈറ്റ് പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഗ്രേഡ് SI ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനിടയിലാണ് ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള പോളോ വോക്സ്വാഗൺ കാർ അവിടെ നിർത്തിയിട്ടിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കാറിന്റെ അരികിലേക്ക് ഇവരെത്തുമ്പോൾ ഈ വെള്ളിയാങ്കല്ല് പുഴയുടെ സമീപത്ത് ആണ് ആളൊഴിഞ്ഞ നിലയിൽ ഈ കാർ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കാറിന് അരികിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നത് കണ്ട് പുറത്തുണ്ടായിരുന്ന ആളുകൾ, ഈ അലൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാറിലേക്ക് എത്തുകയും തുടർന്ന് ഈ കാർ എടുത്ത് കാർ മുന്നോട്ട് ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഈ SIയെ ഈ കാർ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പൂർണ്ണമായി SIയുടെ ശരീരത്തിന് മുകളിലൂടെ കാറ് കടന്നുപോയി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇടിച്ചിട്ട ഉടനെ കടന്നു കളഞ്ഞ് ഈ വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചപ്പോഴാണ് അഭിലാഷിൻ്റെതാണ് ഈ വാഹനം എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അഭിലാഷിന്റെ 19 വയസ്സുള്ള മകൻ അലനാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത കൈവരുന്നത്. തുടർന്ന് അന്വേഷണ സംഘം ഈ അഭിലാഷിന്റെ വീട്ടിലെത്തി. പക്ഷെ അവിടെ അലൻ ഉണ്ടായിരുന്നില്ല. വാഹനം അവിടെ പാർക്ക് ചെയ്ത ശേഷം ഈ 19-കാരൻ ഒളിവിൽ പോവുകയായിരുന്നു. ഈ വാഹനം വീട്ടിലേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങളടക്കം ഉണ്ടെങ്കിലും ഈ സംഭവത്തിന് ശേഷം CCTV ഇതിനോടകം തന്നെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ കുന്നംകുളത്തെ ഈ ഗ്രേഡ് SI ശശികുമാർ കുന്നംകുളത്തെ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇദ്ദേഹത്തിന് നന്നായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ സമയത്ത് അവിടെ യുവാക്കൾ ഒത്തുകൂടിയിരുന്നത്, പോലീസിനെ കണ്ട് എന്തിനാണ് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത്, എന്തിനാണ് അവരെ ഇടിച്ചിട്ട് കടന്നുപോയത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇനി ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും 19-കാരൻ അഭിലാഷിന്റെ മകൻ 19-കാരൻ അലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇതിനോടകം തന്നെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കൃഷ്ണ, ശരി, പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേഷ്.